ഞങ്ങളെ പുരൻ്റെ പണിയിലേക്ക് കണ്ടില്ലേ, ഞങ്ങൾ ഇന്ന് രാത്രി ഇൻഷാല്ലാ നമ്മുടെ ഫ്ലൈറ്റാണ് റിട്ടേൺ ദുബൈക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ ദിവസം, അതായത് നാട്ടിലേക്ക് വരുന്ന വ്ളോഗ്, ഈദ് വ്ളോഗ്, പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയത് എല്ലാ വ്ളോഗും ഒരുമിച്ചിടാനുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടാൽ മതി. സംഭവം എന്താ വെച്ചാൽ നാട്ടിൽ വന്ന സത്യം പറഞ്ഞാൽ എഡിറ്റ് ആക്കാൻ ഒരു ടൈമും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം വ്ളോഗ് ഇൻട്രസ്റ്റ് കണ്ടിട്ട്. എന്താണ് കയ്യാനാണെങ്കിൽ ഫുള്ള് ഡാമേജ് കൊടുത്തു. പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എന്താ വെച്ചെങ്കിൽ കസിൻ്റെ വീട്ടിലേക്ക് അമ്പത്തേക്കാട് സ്ട്രീറ്റ് കാറ്റ് ഉള്ളിൽ കയറിയിട്ടുണ്ടായിന്. അപ്പോൾ കയ്യാനം മാന്തി ജസ്റ്റ് നമ്മളവിടെ പൂച്ചുള്ള ആ ഒരു ഓർമ്മയിൽ ആ പൂച്ചനോട് കളിച്ചത്. അപ്പോൾ പിന്നെ അതൊരു പാവം പൂച്ച തന്നെ. ഓനാണെങ്കിൽ അങ്ങോട്ടേക്ക് നിൽക്കാൻ പോലും പിടിക്കാൻ പോലും അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ ആ പൂച്ച എന്തായി ജസ്റ്റ് എവിടെയോ സ്ക്രാച്ച് ആക്കി, ജസ്റ്റ് ഇട്ടും മതി. അതുകൊണ്ട് പോയിട്ട് വാക്സിൻ എടുത്ത് അങ്ങനെ ഫുള്ള് പ്രാന്തായി. ഇങ്ങനെ രാത്രി 2:30 മണിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമല്ല വാക്സിൻ എല്ലാം വെക്കുള്ളൂ. അങ്ങനെ അവിടെ പോയിട്ട് ഫുള്ള് നമ്മൾ വാക്സിൻ വെച്ചിട്ട് 3 വാക്സിൻ ബാക്കിയുണ്ട്. 4 വാക്സിനാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ആക്കുന്ന എല്ലാ വ്ലോഗ്, അതായത് എല്ലാം ഒരുമിച്ചിടാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അത് നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക. അപ്പോൾ പുരൻ്റെ പണിയിൽ ഇപ്പോൾ തേപ്പെല്ലാം സ്റ്റാർട്ടായി. ഒരു റൂം ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നെക്സ്റ്റ് റൂമിലാണ് തേപ്പാക്കുന്നില്ല. പിന്നെ ഇലക്ട്രിക്കിൻ്റെ വയറിങ് ഇടാനുള്ള സംഭവം ഇപ്പോൾ ഹോൾസെൽ ആക്കിയിട്ടായി. പക്ഷേ അത് നെക്സ്റ്റ് ഇയർ നമുക്ക് വണ്ടി അപ്പോഴത്തേക്ക് ഓഫാക്കി. അപ്പോൾ ഇതാ കയാന് നമ്മളെക്കാളും മുമ്പേ ട്രോളി ബാഗ് എടുത്തിട്ട് റൂമിൽ നിന്ന് പുറത്ത് നിന്നിട്ടുണ്ടാവുക. അപ്പോഴത്തേക്ക് നമ്മൾ ഇതാ ബുക്ക് ചെയ്ത് ടാക്സി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രോളി ബാഗെല്ലാം ടാക്സിയിൽ കയറ്റിയിട്ടായിട്ട് വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. നല്ലൊരു ഹാപ്പി ഫീലിംഗ് ആണ് നമുക്കിപ്പോൾ ഉള്ളത് കേട്ടോ. എന്ത് സംഭവിച്ചെങ്കിൽ കുറേ കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിൽ പെരുന്നാൾ കൂടുന്നത്. 5 കൊല്ലമായി ഞാൻ പെരുന്നാൾ കൂടിയിട്ടാവുക. കയാനാണെങ്കിൽ ഫസ്റ്റത്തെ പെരുന്നാണ് നാട്ടിൽ. പക്ഷേ ഞാനിപ്രാവശ്യം കാസർഗോഡല്ല എൻ്റെ പെരുന്നാൾ ഉണ്ടാകുന്നത്, തൃശ്ശൂരിൽ, അതായത് ജേബിച്ചാൻ്റെ നാട്ടിലാണ് ഫസ്റ്റത്തെ പെരുന്നാൾ. ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയർ ജീവനോടുണ്ടെങ്കിൽ അത് കാസർഗോഡ് സെലിബ്രേറ്റ് ആക്കണമെന്നുണ്ട്. പക്ഷേ ഇൻഷാല്ലാ അതിനിടയിൽ നമ്മളെ പുര പണിയെല്ലാം കഴിഞ്ഞാൽ നമ്മളെ പുതിയ പുരയിലായിരിക്കും നമ്മളെ പെരുന്നാൾ. അതും നമുക്ക് കൂടാൻ ആയസെത്തിക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലൈറ്റ് എവിടുന്നെന്ന് വെച്ചാൽ ടെർമിനൽ 2 ആവുക. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഏറ്റവും ഈസി ആയിട്ടുള്ളത് ടെർമിനൽ 2 ആണ്. ടെർമിനൽ 1 കയറിയെങ്കിൽ പ്രാന്തായി പോകും നടന്നിട്ടാവുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലൈ ദുബായ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ആക്കുന്ന സമയത്തെല്ലാം നമ്മളിപ്പോൾ എയർ ഇന്ത്യ ക്രാഷ് ആയതും ആ ന്യൂസെല്ലാം നമ്മൾ കണ്ടതില്ല. അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ ആ പോകുന്ന സമയത്ത് ആ സംഭവം ഉണ്ടായില്ല. പക്ഷെ റിട്ടേൺ വരുന്നത് നമ്മൾ സെയിം ഡേ ആണ്, അതായത് എയർ ഇന്ത്യ ക്രാഷ് ആയ അതേ ഡേ ആണ് നമ്മൾ റിട്ടേൺ ദുബൈക്ക് എത്തിയത്. അപ്പോൾ നല്ല പേടി ഉണ്ടായിന്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലൈ ദുബായിലല്ലേ പോകുന്നത് എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിന്. വാങ്ങിച്ചിട്ടില്ല, 1 മണിക്കൂറായിട്ടാവാ. 1 മണിക്കൂർ പോയിട്ട് 1/2 മണിക്കൂറായിട്ടാ. അപ്പോഴത്തേക്ക് ഓനിക്കിതാ വേറെ ഇപ്പുറത്തെ ഒരു സൈഡിൽ വന്നിട്ട് ഓനിക്കിതാ ഇത് എന്തെല്ലോ കാണിക്കുന്നുണ്ട്, വാങ്ങിച്ചു കൊടുക്കുന്നില്ല, നിറഞ്ഞിട്ടുണ്ട്. നോ കാർ. അങ്ങനെ ഇതാ ഫ്ലൈറ്റിന് ടൈമില്ലായി, നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നുണ്ടാവുക. അങ്ങനെ ടേക്ക് ഓഫ് ആയ സമയത്ത് എന്തായാലും പുറത്ത് നോക്കാനല്ലേ എന്തോ ഒരു പാണ്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഇതാ കൊച്ചിയിൽ ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ലാൻഡായ സമയം എന്ന് വെച്ചെങ്കിൽ രാവിലെ 1:30 കേട്ടോ. അപ്പോൾ കയാനെല്ലാം ഉറങ്ങുന്ന നല്ലൊരു ടൈമാണ്. അങ്ങനെ നമ്മൾ ട്രോളി ബാഗിലെടുക്കാൻ വേണ്ടിയിട്ട് ജേബിച്ച് അവിടെ പോയിന്. കയാനാണെങ്കിൽ എൻ്റെ മടിയിൽ നല്ല ഉറക്കം. എന്ത് അനക്കം സൗണ്ട് കേട്ടിട്ടും ആളെ എണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നല്ല സ്ലീപ്പിങ്ങിന് ടൈമല്ലേ 1:30-2 മണി എന്നെല്ലാം പറയുന്നത്. അത് കഴിഞ്ഞിട്ടായിട്ട് ഇതാ ജേബിച്ച് ആ ടാക്സി ബുക്കാക്കാൻ വേണ്ടിയിട്ട് പോയാവേ. അങ്ങനെ ഇതാ കയാനക്ക് കളിക്കാനല്ല ആള് കിട്ടി. ഇതിപ്പോ തീരെ ഫുൾ എടുത്തേച്ച് നീ ഇപ്പോഴും കൂടി ആക്കല്ലോ കയാനെ. ഞാനിപ്പോ ഇല്ലേ സത്യം പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് ടൗണിലേക്ക് പോകാൻ. തൃശ്ശൂരല്ല, നമ്മളെ കൊടുങ്ങല്ലൂർ. സംഭവം എന്താ വെച്ചെങ്കില് എന്താണ് ഓപ്പൺ ആക്കട്ടാ, തുറക്കും. തീരെ ഓപ്പൺ ആക്കുന്നുണ്ടേ. എനിക്കായാനെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ എൻ്റെ പെരുന്നാൾക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കിട്ടിയിട്ടില്ല. ദുബായിൽ സ്റ്റിച്ച് ചെയ്ത് പക്ഷേ ടൈമിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്താക്കി ഞങ്ങൾക്ക് പെരുന്നാൾക്ക് ഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂർ പോയിട്ട് വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ആദ്യമായിട്ട് ജീവിച്ചാൽ താറ് കണ്ട്. ഇനി ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് മഴയുണ്ട്, പക്ഷെ ചൂട് ഡബിൾ ഉണ്ട്. മാഷാഅല്ലാ.
അത് കഴിഞ്ഞിട്ട് ഇത് റെഡി ആയതിനു ശേഷം ജയിപ്പിച്ചാലും റെഡി ആയിട്ട് വന്ന് അങ്ങനെ ഇക്കാൻ്റെ മോളെയും കൂട്ടിയിട്ടായിട്ട് നമ്മൾ നേരെ മറ്റേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇക്കാൻ്റെ മോൾക്ക് ഡ്രസ്സിൻ്റെ ഷോപ്പ് അറിയാം. അങ്ങനെ ഓളെയും കൂട്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പുര പണീൻ്റെ സ്ഥലത്തേക്കും കൂടി പോകാനുണ്ടാവുക. എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറേ ആയി കണ്ടിട്ട്, അതായത് തറ കെട്ടിയിട്ട് അതിന് ശേഷം കല്ലിട്ടിട്ടായിട്ടാണ് ഞാനും കയ്യാനും ജയിപ്പിച്ചെല്ലാം ദുബൈക്ക് വന്നത്. പക്ഷെ അതിന് ശേഷം ജയിപ്പിച്ച കുറേ ടൈം നാട്ടിലേക്ക് വന്നാവുക, കുറേ പ്രാവശ്യം പുരൻ്റെ പണിക്കെല്ലായിട്ട് നാട്ടിലേക്ക് വന്നേ. പക്ഷേ ഞാൻ ഇപ്പോൾ പുരൻ്റെ പണി ഇപ്പോൾ അൽഹംദുലില്ലാ ഇത്രത്തോളം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ളതുകൊണ്ടില്ല പുരൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ട് ഇപ്പോൾ നോക്കുന്നില്ല. അത് എന്തായാലും ഈ സെയിം വീഡിയോയിൽ തന്നെ എൻ്റെ പുരൻ്റെ ഉള്ളിലത്തെ എല്ലാ സംഭവവും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രക്കലായല്ലോ അൽഹംദുലില്ലാ. ഇതെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് പുര കൂടിയായിട്ട് ഉള്ളിൽ കയറണം എന്നുള്ള ഒരു ഫീലാണ്. അപ്പോൾ കയാനാണെങ്കിലും ഞാനാണെങ്കിലും കല്ലിട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സിയോറ എന്ന് പറഞ്ഞ ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നത്. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നിട്ടായിട്ട് ഇക്കാൻ്റെ മോളെ ഇക്കാൻ്റെ പുരയിലേക്ക് ഈച്ചിട്ടായിട്ട് ഞാനും കയാനും ജയിച്ചാൻ കൂടിയിട്ട് നമ്മൾ പുരക്ക് പോകുന്നുണ്ടാവുക. അതായത് കെട്ടുന്ന പണിയുണ്ടെന്ന് നടക്കുന്നിടത്ത് പോകുന്നുണ്ട്. ഫസ്റ്റ് വന്നത് കല്ലിടുന്ന സമയത്ത് ഫസ്റ്റത്തെ കല്ല് ഞങ്ങൾ മൂന്നാളും കൂടി വെച്ചത്. ഇപ്പോൾ മാഷാ അല്ലാഹ് എത്ര കയാനാണെങ്കിൽ കയാ ഹോം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ എന്തെന്ന് ഒക്കെ അറിയില്ല ശരിക്കും. ഞാനിതാ ഇത് കിച്ചൺ. ഓക്കെ. ഓ നോ, വെയിറ്റ് അമ്മ വാഷ് ഞാനിതാ നിങ്ങൾ മേലത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നു. ഓ നോ. ഇനി മീത്തലത്തെ ഫ്ലോറിൻ്റെ മെയിൻ വാർപ്പ് ബാക്കിയുണ്ട്. ഓക്കെ. മഴ എന്ന് പറഞ്ഞിട്ട് മഴയില്ല, ചൂട്. ഇത് ഓക്കെ മനസ്സിലായി. അല്ലോ കരക്കരാന്ന് കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ പണിയും പൂർത്തിയായിട്ട് ഇരിക്കാനെത്തിക്കട്ടെ അല്ലേ കയാ. കേട്ടോ വണ്ടീനെ ഞങ്ങൾ മതിയിട്ടാവാം. കാരണം ഞാനും കയ്യാനും കയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ എല്ലായിടത്തും പോയിട്ടില്ല വന്ന് അങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ച് ഇപ്പോൾ നമ്മൾ പുതിയ കാവലുണ്ട്. എന്ന് സംഭവിച്ചാൽ മൈലാഞ്ചി വാങ്ങിക്കാണ്ട് വന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ സ്റ്റെൻസിൽസ് ഓൾറെഡി ഞാൻ ഇത് പേര് വരുമ്പോൾ കൊണ്ടുവന്നിന്. അപ്പോൾ ഞാനിപ്പോൾ അന്നേരത്ത് വന്നപ്പോൾ ഇടുന്ന ഒരു മിസ്ത്രി എന്ന് പറഞ്ഞ ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല റെഡാണ് കളർ. എന്ത് അപ്പോൾ ഇത് ജീവിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സത്യം ഭയങ്കര തിരക്കാണ് റോഡ്. നാളെ പെരുന്നാളേ, അതിൻ്റെ ആ തിരക്ക് ഭയങ്കരത്തിൽ കാണുന്നുണ്ട്. പിന്നെ ഈ ജംഗ്ഷനും ചെറിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ വണ്ടി ഇടാനും പാർക്കിംഗ് ഇല്ല, ഒന്നും ഓപ്പണില്ല വെയിറ്റൊക്കെ. അപ്പോൾ കയാൻ്റെ ഫസ്റ്റത്തെ പെരുന്നാൾ നാട്ടിൽ, എൻ്റെതാണെങ്കിലും തൃശ്ശൂർ ആദ്യത്തെ പെരുന്നാൾ, ജയിച്ചാൻ്റെ എത്രയോ കൊല്ലത്തിന് ശേഷമുള്ള പെരുന്നാൾ, പിന്നെ നാട്ടിൽ 5 കൊല്ലത്തിന് ശേഷമുള്ള പെരുന്നാൾ. അതായത് കാസർഗോഡ് ഞാൻ ഇപ്പോൾ പെരുന്നാൾ ലാസ്റ്റ് ഉണ്ടായത് 2020 അതിനുശേഷം ഞാൻ നാട്ടിൽ പെരുന്നാൾ കൂടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിന് നെക്സ്റ്റ് പെരുന്നാൾ നോമ്പിനും പെരുന്നാൾക്കിലും ആയുസോടി കൂടി ഉണ്ടെങ്കിൽ എൻ്റെ ഉപ്പാനക്കും ഉമ്മാനക്കും നമ്മളെ പുരയിൽ സെലിബ്രേറ്റ് ആക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി ഇപ്പം നേരെ നമ്മൾ മൈലാഞ്ചി വാങ്ങിച്ചിട്ട് നേരെ ഇനി ഇക്കാൻ്റെ പോർക്ക് പോകും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് രാത്രി പ്ലാൻ എന്തെന്നൊന്നും അറിയില്ല. വെടി മേങ്ങണമെന്നുണ്ട് അവിടെ, ഞാൻ വെടി വെക്കുന്ന കണ്ടിന്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് രാത്രി പൊട്ടിക്കാം, പിന്നെ മൈലാഞ്ചി വെക്കാം ഇൻഷാ അല്ലാഹ്. രാവിലെ പിന്നെ ജേവിഷയുടെ പോത്ത് അരക്കാൻ വേണ്ടിയിട്ട് കൂടിന്. അപ്പോൾ അത് രാവിലെ 8:00 പെരുന്നാൾ നിസ്കാരം, 9:00 പോത്തിന് അറക്കുന്നുള്ളൂ. അപ്പോൾ കയാനും നാളെ പള്ളിക്ക് കൊണ്ടുപോകണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളത്തെ പെരുന്നാൾ വ്ലോഗ് ഇനി സെക്കൻഡ് വീഡിയോയിൽ കാണാം. അപ്പോൾ
നമ്മ ബേടി പൊട്ടി കഴിഞ്ഞുണ്ട്. നമ്മ അങ്ങനെ നമ്മളെ കാർഗോട്ട കാർ സീറ്റ് ചെയ്യിപ്പിച്ചതാ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇതോമാർ. അപ്പം ഞാനിതാ മൈലാഞ്ചിയൊക്കെ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് വരുന്ന സമയത്ത് ദുബൈന്ന് വരുമ്പോൾ സ്റ്റെൻസിൽസ് വാങ്ങിച്ചിന്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെക്കാമല്ലോ, ആരും വെയിറ്റ് ആക്കാണ്ട ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇതോമാർക്ക് അങ്ങനെ രാവിലെ ആയി. ഞാൻ ഡ്രസ്സെല്ലാം ചെയ്ത് മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. പെരുന്നാൾ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയാണ്ട്. അപ്പം എല്ലാവർക്കും ഇതോമാർക്ക്. എന്ത് സാധനവും ദിറംസല്ലോ. ഇത് മണി 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 കോയിൻസെങ്കിലും ഇപ്പൊ വാങ്ങിക്കട്ടീന്. അപ്പുറത്ത് പോയി. എങ്ങനെയുണ്ട് ഈ കൊല്ലത്തെ പെരുന്നാൾ നാട്ടില്? അപ്പോൾ പെരുന്നാൾ പൈസ എല്ലാം കിട്ടി. ഇനിയിപ്പോൾ ജീവിച്ചത് ആ കവറ് കൊണ്ട് പോകുന്നില്ല അടച്ചെങ്കിൽ നമ്മൾ ഓതി ഇതുണ്ടല്ലോ ബീഫ് അതെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പള്ളിക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഫാമിലീൻ്റെ പുറക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കയ്യാനും ഞാനും ജേബിച്ചാൻ കൂടിയിട്ട് ഇപ്പോൾ നേരെ പോകുന്നുള്ളത് എറണാകുളം പരവൂർ ഇത്താൻ്റെ പുറക്കാവ്, അതായത് ജേബിച്ചാൻ്റെ ഫസ്റ്റത്തെ സിസ്റ്ററിൻ്റെ പുറക്കാണ് ഇപ്പോൾ പോകുന്നുള്ളത്. കയ്യാനിപ്പോൾ ഇത് ആക്ഷൻ കാണിക്കുന്നത് പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് വണ്ടിയിൽ, അതുകൊണ്ടാണ് ആ ഡാൻസെല്ലാം കളിക്കുന്നതാവുക. അപ്പോൾ ഇത്താനെടുക്കത്തുമ്പോൾ കയ്യാൻ വണ്ടിയിൽ നല്ല ഉറക്കാന്ന്, അതുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് നമുക്ക് കീച്ചിട്ടേ ഇല്ലാവുക. അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ അതിനിടയിൽ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ പൊരുക്കും പോയിട്ടുണ്ടായിന്. അങ്ങനെ സിസ്റ്ററിൻ്റെ പൊരുക്കും പോയി അപ്പോഴത്തേക്ക് സമയം രാത്രിയായി. അങ്ങനെ ഞാൻ എൻ്റെ ആശിക്ക് തൃശ്ശൂരിലേക്ക് വരുന്നുണ്ടാവുക. അങ്ങനെ ഓനെ പിക്കാക്കാനാണ് ഞാൻ അമ്മ ഇപ്പോൾ വന്നിട്ടുള്ളത്, അതായത് ഈ ജേബിച്ചാൻ്റെ നാട്ടിൽ. ഇത് വരക്ക് ചാച്ചക്ക് ഇത് വരക്ക്. അങ്ങനെ ആഷിക്കിനെ കൂട്ടിയിട്ട് ആ പാതിരാക്ക് നമ്മളെ പുര കെട്ടുന്നിടത്ത് കൊണ്ടുപോയി. അപ്പൊ ആഷിക്കായാലും ഫസ്റ്റ് ടൈം ആണ് പുര കാണുന്നത്. ആഷിക്കിനെ ഫ്രിഡ്ജ് അടക്കാൻ അളിയനെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആഷിക്കിതാ പുരയെല്ലാം നോക്കാൻ വന്നിട്ട് മീത്ത പോയിട്ടുണ്ടാവേ. നമ്മതാ കാറിൻ്റെ ലൈറ്റാണ് ഇത്ര വലുതിട്ടിട്ടുള്ളത്, കണ്ണ് പൊട്ടിപ്പോ. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് 1 മണി 2 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ദൈക്കാനെ പുറയുന്നൊക്കെ അടുത്തേക്ക് എന്ന് വെച്ചെങ്കിൽ തമിഴ്നാട് ചെട്ടിനാട് പോകാനാണ് പ്ലാൻ ഉള്ളത്. അതുകൊണ്ടാണ് ആഷിക്ക് കാസർഗോഡ് നിന്ന് പെരുന്നാളിൻ്റെ സെയിം ഡേ ഉച്ചക്കുള്ള ട്രെയിനിൽ തൃശ്ശൂരിലേക്ക് എത്തിയതാവുക. അപ്പോൾ ഞാൻ ജയിപ്പിച്ച ആഷിക്ക് കയ്യാനും കൂടിയിട്ടാണ് ഇപ്പോൾ ചെട്ടിനാട് പോകുന്നുള്ളത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പളനിയിലാണ്. ആഷിക്കിന് മൊട്ടടിക്കണം. In 500 meters at the roundabout, take the first exit onto Jiri Viti. Jiri Viti na? Viti, okay.
അങ്ങനെ ഇതാ 7 മണിക്കൂറത്തെ ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ ഇതാ ചെട്ടിനടുത്തവ. അപ്പോൾ നമ്മൾ പുരേന്ന് 2 മണിക്ക് വിട്ട സമയത്ത് കയാൻ ഉറങ്ങിയതാണ്. ഇപ്പോൾ എണീച്ചിട്ടാണ്. അതുകൊണ്ടൊരു സമാധാനമായി, നല്ലൊരു ഉറക്കവും കിട്ടി. കാരണം എന്താ വെച്ചാൽ കാർ സീറ്റ് എടുത്തുകൊണ്ടാണ് നല്ലപോലെ ഉറങ്ങി. അപ്പോൾ നമ്മൾ സ്റ്റേ ആക്കുന്ന ഹോട്ടലാണ് ഇത് വിശാലം. ഇത് സംഭവം എന്താ വെച്ചാൽ പണ്ട് വിശാലം എന്ന് പറയുന്ന മോൾക്ക് ഓരോ ഫാദർ ഗിഫ്റ്റ് ചെയ്ത ഒരു പാലസാണ് ഇത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ 85 ഇയേഴ്സ് ഓൾഡാണെന്തോ ഈ പാലസിനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനുള്ളിൽ പോയിട്ട് നോക്കാം. Kayan, where are you? ஃபாதர் வந்து டாக்டருக்கு வேண்டி ஃபீல் பண்ண கொடுத்தாரு சார். இது வெட்டிங் கிஃப்ட் சார். ராமன் செட்டியாரோட அவங்களுக்கு விசால் ஆச்சு சார். அவங்களுக்கு வெட்டிங் கிஃப்டாக கொடுத்தாரு சார். 85 இயர்ஸ் ஓல்டு சார். இந்த பில்டிங்கில் இந்த வாலில் சீலிங்ஸ் தொட்டு பார்த்தீங்கன்னா அவங்களுக்கு தெரியும். Hold on. ചില്ല്. ഇത് வந்து എഗ് വൈറ്റ് പ്ലാസ്റ്റർ സാർ. എഗ് വൈറ്റ് ചില്ല്, പിന്നെ നമ്മളെ ചിപ്പിയിലുണ്ടാക്കിയ യൂസ് பண்ணியிருக்க வுட்ஸ் எல்லாம் பர்மா டீக் வுட்ஸ் சார். இங்கே உள்ள யூஸ் பண்ணி கிளாஸஸ்லாம் ஜெர்மன் கிளாஸ் எக்ஸ்பர்ட் பண்ணிருக்காங்க. ஸ்டீல்ஸ் யூஸ் பண்ண ஸ்டீல்ஸ் எல்லாமே நம்ம இம்போர்ட் பண்ணியிருக்கோம். அது ஒரு 5 விதமான கெஃபே இருக்குது சார். ஸ்கூல் கெஃபே, கார்டன் கெஃபே, அதுக்கப்புறம் மாடியில் இருந்துருக்கு. ஒரு கிச்சன் ரூம். எத்தனை ரூம் வரும்? 15 ரூம்ஸ் இருக்குது சார். உங்களோட ரூம்ஸ் கம்மிங்கிறதுனால நம்ம வந்து எக்ஸ்ட்ரா அலவன்ஸ் தான் சார் நம்ம ரெடியாக. அதாவது அவங்க எல்லாருமே டிவிலாம் இருக்காது சார். நம்மள்ட்ட காமன் டிவி சார் விஷாலாச்சு. நம்மளோட ரூம் கம்மிங்கன்னா எக்ஸ்ட்ரா ஆக்டிவிட்டிஸ் தான் சார். அதனால நம்ம காமன் டிவி, ப்ளே ஏரியாஸ் அது மாதிரி தான் சார். இது வந்து ஹேண்ட்மேட் சார். இது ஆர்டர் ஹேண்ட்மேட். ഇതന്നെ അടെ പറഞ്ഞത്. நம்மளுக்கு ரூம் இருக்குது. அதுக்கப்புறம் கிச்சனில் ஏதாச்சும் ஒரு ஸ்டார்டர்ஸ் செஞ்சு காமிப்பாங்க. கிச்சனில் வந்து ஒரு 4 மணிக்கு இருக்குது. 5 மணிக்கு ஹெரிட்டேஜ் வாக், ஒரு சின்ன வாக் மாதிரி கூட்டிகிட்டு போவாங்க சார். அதுக்கப்புறம் வந்து நம்ம 6:30 வரைக்கும் நம்ம பூல் ஆனில் இதில் இருக்கும், ஓப்பனில் இருக்கும். யூஸ் பண்ணிக்கலாம். நீங்கள் 4 மணிக்கு குக்கிங் கிளாஸ் இருந்தால் பூல் வந்து അപ്പോൾ ആ പാലസിലത്തെ ഒരു സ്റ്റാഫ് നമുക്ക് നല്ല പോലെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നവ. അപ്പോൾ നേരെ പോയിട്ട് നമ്മൾ എന്താക്കിയെന്ന് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയത് 9:30 മണിക്ക് എത്തിന് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് പുറത്ത് ഇവിടെ എന്തെല്ലാം ഉണ്ട് അവിടെയെല്ലാം പോയിട്ട് കണ്ടിട്ടെല്ലാം വരാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ റിട്ടേൺ 11:45 നമ്മൾ റിട്ടേൺ നമ്മൾ വിശാലം റിസോർട്ടിലേക്ക് എത്തിയത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ പാലസിലെല്ലാം കയറിയിട്ട് ഇറങ്ങി. ഒരുപാട് തമിഴ് സിനിമകളില് നിങ്ങൾക്ക് ഗ്രില്ല് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഓർമ്മയുണ്ടോ ഗ്രില്ല്? ഒരുപാട് തമിഴ് ഫിലിമില് ഈ ഒരു അകത്തെല്ലാം കാണിക്കുന്നുണ്ട്. சேலம். சேலம். മണിച്ചിത്രത്താഴ്. അങ്ങനെ ഞങ്ങളെ റൂമിലേക്ക് വന്ന് 202 മേലവാ. അതോ അല്ല 202 നല്ലാള്. അല്ല ഫുള്ള് ടയേർഡാണ് നമ്മ. രാത്രി 2 മണിക്ക് പോരെന്ന് അറിയാം തൃശ്ശൂർന്ന്. 7:09 മണിയാകുമ്പോൾ എത്തി. പിന്നെ റൂമായിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഇതാ റൂമായത് ഇപ്പം 12 മണിക്ക് ഉച്ചക്ക്.
എന്താ റൂം കിട്ടിയിട്ട് ഇപ്പൊ റൂമിലേക്ക് പോകുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇങ്ങനത്തെ എല്ലാം ഒരു റിസോർട്ടിൽ നമുക്കിപ്പോ സ്റ്റേ ആക്കാനുള്ള ഒരു അതിലൊരു നമുക്കൊരു ലക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു എന്താ പറയുന്ന റോയൽ ഫാമിലിയിൽ അതില് പണ്ടത്തെ രാജാക്കന്മാരെല്ലാം ഉണ്ടായ സ്റ്റേ ആക്കിയല്ല സംഭവം അല്ലേ. ഇത് ഇവിടെ ചെയ്തിട്ടു അതിനുള്ളിൽ വന്നിದ್ದಾന്തോല. അപ്പൊ ചാവി എടുത്തു. എന്താണ് അത് കൊണ്ടിരുന്നുണ്ട്. അതാ ആ ചെക്കന്. Come fast. ഇതാണ് സംഭവം. നാളെ ഇൻഷാല്ലാ നല്ല സാരിയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കണം. ആ കണ്ട നല്ല അടിപൊളി. എങ്ങനെയുണ്ട്? പക്ഷെ ഫുള്ള് ഡ്രൈ അല്ലേ, പുറത്ത് ഭയങ്കര ചൂടും ഡ്രൈയും. ഇല്ല 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 വെൽക്കം ടു ചെട്ടിനാട്. വിശാലം. ഫാമിലി വെയിറ്റ് ആക്ക്, ഞാൻ ഫ്ലാഷ് ഇടട്ടെ. പോയോ കൊടുത്തോ? വിളിക്കതാ അണ്ണാ. ആശിക കൊടുത്തടാ, മറക്കോ ബാത്റൂമില്. ഇതാണ് നമ്മളെ റൂം. നല്ലുണ്ട്. അവനക്ക് നമ്മ അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ക്യാമറമാൻ അവന് ആഷിക്കിനിടെ കൊണ്ടുവന്ന് തന്നെ ക്യാമറ വീഡിയോ എടുക്കാനും തോന്നുന്നു. ചട്ടിനാടിന്റെ മോന് ഇവിടെ മറ്റേ സ്പെഷ്യൽ എന്തോ താലി ചോറും തോന്നല്ലേ. ഇതാ ഇതും ഉണ്ട്. ഇതാ കുഞ്ഞു കളിക്കാൻ. സാധനങ്ങളുടെ ഇൻവോയ്സിന്റെ ഇതാണ് കാണുന്നത്. ഇൻവോയ്സ് ഉണ്ടല്ലോ, ഇതാണ് കാണുന്നതൊക്കെ. മാർബിള്, ഈ ഒരു ബ്രാസിന്റെ ഐറ്റംസ്, പിന്നെ ഫാനൊക്കെ ഉണ്ട്. ഫാനൊക്കെ ഇതൊക്കെ ഫുൾ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഫാനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇതാ ലഞ്ച് കഴിക്കാനായിട്ട് കയറുന്നുണ്ട്. അപ്പൊ ഇതാണ് കിച്ചൺ. വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ചട്ടി, ഇത് ചട്ടിനാട് കായ്, ചട്ടി ചക്കളി, ചക്കളി ഉണ്ട്, ചട്ടി കോഫി. അവിടെ പോയി ചട്ടി അങ്ങോ. അങ്ങനെ ഉണ്ട്. ഇടാൻ നോക്കി ചായ ലോസിച്ചിട്ട് ചൂടല്ലേ. പക്ഷെ ഒരു സ്ഥലത്ത് നല്ല കാട്ടിലും നല്ല മണ്ണിട. ഇനി ശവാശിക്ക് എത്ര പോലെ എന്ത് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇല്ല അവിടുത്തെ സ്റ്റാഫ് എടുത്ത് വില്ലേജെല്ലാം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നടന്നിട്ട് പോണം. സംഭവം കച്ചറാക്കി. ബേബി എന്റെ പൊന്നെ എന്ത് ചൂടറിയോ. ചേർത്തിട്ട് ഭ്രാന്തായി. കാരണം എന്തെന്നറിയില്ല, ഭയങ്കര ഹ്യൂമിഡിറ്റിയുടെ ഹ്യൂമിഡിറ്റി. നമുക്ക് അങ്ങനത്തെ ഹ്യൂമിഡിറ്റി. അങ്ങനെ നമ്മ ഇതാ പുറത്തെല്ലാം പോയിട്ട് വന്നിട്ട് ഇതാ ഇപ്പം നേരെ താഴെ പൂളിലേക്ക് വാങ്ങിക്കുന്നുണ്ട്. ആഷിക്കിൻ്റെ ഊരിലെല്ലാം ഇതാ പൂളിലുണ്ട്. അത് നമുക്ക് പൂളിൽ പോയിട്ട് കുറച്ച് കളിക്കാം. കാരണം ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ് ഇവിടെ, സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പോയിട്ട് വേണം.
അങ്ങനെ ഇതാ പൂളിലത്തെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കരൈക്കോടി എന്ന് പറഞ്ഞ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാവുക. അപ്പം ഞാൻ ദുബൈയിൽ നിന്ന് വാങ്ങിച്ച സാരി ഞങ്ങൾക്ക് എടുക്കാൻ മറന്നതുകൊണ്ട് തന്നെ ഇവിടെ ചെട്ടിനാട് സാരി ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഒരു സാരി വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളെ വിശാലം എന്ന് പറയുന്ന റൂമിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടായിട്ട് ഇതാ നല്ല അടിപൊളി ഫ്രൈഡ് റൈസും കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ എന്തായാലും. പക്ഷെ നല്ല അടിപൊളി ക്വാണ്ടിറ്റി ഉണ്ടായിന്. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ആയിട്ട് നമ്മൾ ഇതാ രാവിലെ തന്നെ 7:30 ആകുമ്പോഴത്തേക്ക് ഇതാ കാള വണ്ടി വന്ന് നമ്മളെ പിക്കാക്കാൻ. അപ്പോൾ ഇതാണ് എൻ്റെ സാരി കേട്ടോ. ഞാൻ ഇന്നലെ വാങ്ങിച്ച സാരി ഇതാണ്. അപ്പോൾ ഈ സാരിയിൽ ഇട്ടിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഇതാ ചെക്ക് ഔട്ട് ചെയ്യുന്ന ടൈമായിട്ട് 11 മണിയാകുമ്പോൾ രാവിലെ. അപ്പോൾ സാരിയെല്ലാം വേഗം അയച്ചിട്ടെല്ലാം എന്താക്കി വെച്ചെങ്കിൽ വേറെ ഡ്രസ്സ് ഇട്ടിട്ടായിട്ട് നമ്മളെല്ലാവരും കാറിൽ കയറിയിട്ടായിട്ട് ഇപ്പോൾ നേരെ പോകുന്നുള്ളത് തീർക്കാവുന്ന ടൈപ്പ് പോകുന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ ഡിണ്ടിക്കൽ ബിരിയാണിയിലേക്ക് കയറാണ്ട് അങ്ങനെ ആടുന്നൊരു നല്ല അടിപൊളി ബിരിയാണിയും കഴിച്ചിട്ടായിട്ട് നമ്മൾ നേരെ ഇപ്പോൾ പാലക്കാട് എത്തിയാവ. പാലക്കാട് കവ എന്ന് പറയുന്ന ഈ ഫേമസ് ആയിട്ടുള്ള ഈ സ്ഥലമില്ല, എന്തായാലും പോകണം. അതായത് ഇനിയിപ്പോൾ ചിലപ്പോൾ വെള്ളമെല്ലാം നിറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് മഴ പെയ്യുന്ന സമയവും പിന്നെ ഡ്രൈ ഉള്ള ടൈമല്ലായതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. അവിടെ നമ്മൾ ഇഷ്ടം പോലെ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് കഴിയാൻ അവിടെ എത്തിയാലില്ല ഒരു സ്വർഗത്തിലെത്തിയൊരു ഫീൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീ എന്ത് മുമ്പ് സ്വർഗത്തിൽ പോയിനാന്ന്. ഇല്ല, പക്ഷേ എല്ലാവരും ഓരോരോ സ്ഥലം കാണുമ്പോൾ പറയുമല്ലോ സ്വർഗം. അപ്പോൾ ആ ഒരു സ്വർഗത്തിൽ പെട്ട ഒരു സ്ഥലമാണ് ഈ പാലക്കാടുള്ള ഈ മലമ്പുഴയിലുള്ള ഖവ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ എന്താക്കി വെച്ചാൽ ഇന്ന് രാത്രിയാണ് നമ്മൾ ഫ്ലൈറ്റ് ദുബൈക്കുള്ളത്. അപ്പോൾ എന്താക്കിയെന്ന് വെച്ചാൽ അതിനേക്കാളും മുമ്പ് നമ്മൾ പോരിൻ്റെ അടുത്ത് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചാവ. അങ്ങനെ എന്താ അൽഹംദുലില്ലാ മേലെ മീൻ വാർപ്പും കൂടി ഇപ്പോൾ നടക്കാനായി. അപ്പോൾ ഒരു റൂമും ഇത് 3-4 ചുമരെല്ലാം തേച്ചിട്ടും ആയാവ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മളെ കിച്ചൻ്റെ സൈഡ് പുറത്തതാ ഇതുപോലത്തെ ഒരു കുളം ഉണ്ടാവുക. അപ്പോൾ കുളം സൈഡിൽ കെട്ടീന്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ പോരെല്ലാം കൂടി ആവുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ചുറ്റും മതിൽ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, അതൊരു സേഫ്റ്റിയും കൂടിയാവും. അപ്പോൾ കയാനെ കാണുമ്പോൾ തന്നെ പറയുന്നത് ജമ്പാക്കുന്ന കേട്ടോ. കാരണം പിള്ളേർക്ക് വെള്ളമൊന്നും പറഞ്ഞെങ്കിൽ ആയില്ലേ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സേഫ്റ്റി നോക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട് പിള്ളേന്മാരും വെള്ളത്തിലും പോവും. Look, baby. Smile. Happy. I love you, buddy. Angry. Sad. Bye bye, Akka. Bye bye. No, shit.